ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ സ്പഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ മാവും ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം അല്ലേ? നമ്മുടെ മാവ് സൂപ്പറായി സോഫ്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതുപോലെ നമ്മുടെ മാവ് പതഞ്ഞു പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യം അല്ലേ? മാവൊന്ന് താന്ന് നിന്നാൽ അന്നത്തെ ദിവസം നമുക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതുപോലത്തെ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും അതുപോലെ ഈ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ചോറും ഞാൻ ഒരുമിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ചേരുവകളും ഒരുമിച്ചാണ് ഞാൻ കുതിർത്താൻ വെച്ചിരിക്കുന്നത്. ഉലുവയൊന്നും ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 8 മണിക്കൂർ കുതിർത്താൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മണിക്കൂർ പുറത്ത് കുതിർത്തിയ ശേഷം ബാക്കിയുള്ള 3 മണിക്കൂർ ഫ്രിഡ്ജിൽ കുതിർത്തി വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ റൈസൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റിയത് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഇത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചു. രാത്രിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കുതിർത്തിയ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുതിർത്തിയ വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ മാവ് അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള വെള്ളം നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കഴുകുമ്പോൾ നല്ല ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കഴുകിയെടുക്കാൻ ശ്രദ്ധിച്ചോളൂ. കാരണം ആ വെള്ളം നമുക്ക് അരക്കാൻ യൂസ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള വെള്ളം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഈ ഗ്ലാസ്സിലെ വെള്ളം അല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുഴുവൻ വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് കുറച്ച് മാവ് ഞാൻ മാറ്റി ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ തണുപ്പിക്കാൻ വെക്കുന്നുള്ളൂ. അങ്ങനെ ഇതുപോലെ തണുപ്പിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു കുട്ടിക്കലത്തിലേക്ക് എല്ലാ മാവും ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് അടിച്ചത്. ഒറ്റ ട്രിപ്പിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ നമ്മൾ പതുക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തണുപ്പിക്കാൻ വെച്ച ഈ മാവുണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തണുപ്പിക്കാൻ വെച്ച ആ മാവ് നല്ലപോലെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ മാവ് തണുപ്പിക്കാൻ വെച്ചിട്ടാണ് ഇത്ര ഇഡലി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം. അപ്പോൾ അങ്ങനെ ഇതുപോലൊക്കെ ചേർത്ത് നമ്മളൊന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് നേരം വെളുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് നമ്മുടെ കൈച്ചൂട് തട്ടിയാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി മാവ് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒക്കെ ചെയ്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുന്നത് നമ്മുടെ എയർ ടൈറ്റായിട്ട് അടച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കണം. വെറുതെ നമ്മൾ മൂടി വയ്ക്കരുത്. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കണം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ നല്ലപോലെ ടൈറ്റാക്കി മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരം വെളുത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നേരം വെളുത്തു. ഞാൻ തുറന്ന് നോക്കി. ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയൊക്കെ അഴിച്ച് ഇതുപോലെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതുപോലെ പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മാവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പത പോലെ പൊന്തി നല്ല സോഫ്റ്റ് മാവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ മാവൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പിൻ്റെ പകുതിയാണ് നമ്മൾ തലേദിവസം ചേർത്ത് കൊടുത്തത്. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉപ്പൊന്നും അവിടെ ഇവിടെ നിൽക്കാൻ പാടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിൽ എണ്ണയൊക്കെ തടവി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് എല്ലാ ഫില്ലിങ്ങും ഞാൻ നിറച്ച് വിതുമ്പിട്ട് കൊടുക്കരുത്. ഒരേ തവി വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ പൊന്താൻ വേണ്ടി സ്പേസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഞാനിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഈ മാവൊന്ന്
10 മിനിറ്റ് തണുപ്പിച്ചാൽ മതി കേട്ടോ. തലേ ദിവസം 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഫില്ലിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ അടച്ച് വെച്ച് നമുക്കൊന്ന് ഇഡ്ഡലി ചുട്ടെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതൊക്കെ എന്നെക്കാൾ നന്നായി സാമ്പാർ വെക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും ഞാനിത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഏകദേശം വേവായപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീർത്ത് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇതുപോലെ ഒരു ടീസ്പൂണിൻ്റെ പാക്ക് വെച്ച് ഞാൻ നല്ലപോലെ ഇതൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ സ്കൂളിൽ പോകുന്ന തിരക്കുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. നിങ്ങൾ ചൂടാറിയ ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് പെർഫെക്റ്റ് അല്ല എന്നല്ല, ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആട്ടോ. തൊടുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പൊളിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ട് തരിയോട് കൂടിയിട്ടൊക്കെയുള്ള നല്ല അടിപൊളി ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്താലോ. ഞാനിവിടെ സാമ്പാറാണ് എടുക്കുന്നത്. ചെറിയൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് സെർവ് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാനീ പറയുന്ന രീതിയിലൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ബൈ.